എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപം പൊറുക്കുകയാണ്, റബ്ബിന്റെ മുമ്പിൽ തൗബ ചെയ്തു പിരിയാം. അതുകൊണ്ട് വഅദ് കേൾക്കാം എന്നവരോട് നിർത്തുകയാണ്, റബ്ബിന്റെ മുമ്പിൽ നമുക്ക് തൗബ ചെയ്യാം. 27-ാം രാവിന് കുളിച്ചുരങ്ങിയിട്ട് ചെറുപ്പക്കാരൻ പോകുന്നു. എവിടെ പോകുന്നടാ? തൗബ ചെയ്യാൻ പോകുകയാണ്. അതിനല്ലടാ തൗബയെന്ന് പറയുന്നത്, അതിനല്ല തൗബയെന്ന് പറയുന്നത്. തൗബയെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയോ? അതുകൊണ്ട് സഹോദരാ, തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് വേണം നമുക്കിവിടെ ഇരുന്ന് തൗബ ചെയ്യാൻ. അല്ലാഹുവേ, തൗബ ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലാ. അതുകൊണ്ട് പാപം കഴുകുന്നതിന് മുമ്പ് ഒരു നന്മ ചെയ്യണമെന്നാണ്. തൗബ ചെയ്യുന്നതിന് മുമ്പ് ഒരു നന്മ ചെയ്തിട്ട് ദുആ ചെയ്താ അവരുടെ ദുആയ്ക്ക് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ചെറുപ്പക്കാരാ, തൗബയെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു ചെറുപ്പ